ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളാട്ടോ. അപ്പോൾ ഇന്ന് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ള കടല കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പകുതി സവാളയും പകുതി ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളും ഒരു 3-4 പച്ചമുളകും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് ഉപ്പിട്ട് വേവിക്കുന്നവരാണെങ്കിൽ ഉപ്പിട്ട് വേവിച്ചെടുക്കുക. അതൊരു 5-6 വിസിൽ വേവിക്കണം കേട്ടോ, നന്നായിട്ട് തന്നെ വേവിക്കണം. എന്നിട്ട് നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് ഒരു പകുതി സവാളയാണല്ലോ നമ്മൾ ആദ്യം കടലയിൽ വേവിക്കാനിട്ടത്. ഒരു വലിയ സവാളയുടെ പകുതിയായിരുന്നു. അതിൻ്റെ ബാക്കി പകുതി ഇപ്പോൾ ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഇട്ടതുപോലെ തന്നെ 1/2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3/4 സ്പൂണോളം പെരിഞ്ജീരകം, നമ്മൾ ഗരം മസാല പൊടിച്ച പൊടിയുണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിട്ട് പൊടികളെല്ലാം മൂത്ത് വരുമ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിലത്തെ ആ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അത് ഇതിലേക്ക് ഉടച്ച് ചേർത്ത് കൊടുക്കണം. പിന്നെ കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കടലക്കറി ആയിരിക്കും. നമുക്ക് അപ്പത്തിനോ ചപ്പാത്തിക്കോ എന്തിൻ്റെ കൂടെയും പത്തിരിക്കും എല്ലാത്തിനും പറ്റിയ കറിയാണ്. പിന്നെ നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് തലേ ദിവസം തന്നെ ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അപ്പം ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ അപ്പവും കടലക്കറിയും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ജോലികളിലാണ്. അപ്പോൾ ഈ കടലക്കറി ഈ റെസിപ്പി ആരെങ്കിലും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോട്ടെ. ഈസി ആയിട്ട് ജോലിയും കഴിയും, നല്ലൊരു കറിയും കിട്ടും. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് വൈകിയാണെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ. കുട്ടികളൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് വെക്കേഷനാണല്ലോ. ഇനിയിപ്പോൾ അടുത്ത ദിവസം തൊട്ട് സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നല്ല ടെൻഷൻ ഉണ്ട്. കാരണം നമ്മൾ ഇപ്പം പരമാവധി വൈകിയൊക്കെ ആയിരിക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആസ്വദിച്ച് സമയം എടുത്തൊക്കെ ഉണ്ടാക്കാം. പിന്നെ വീഡിയോയൊക്കെ പിടിക്കാനുള്ളതാകുമ്പോൾ ഒന്നും കൂടി സമയം പോവാണ്. ഇനി സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പോൾ ഇതൊന്നും നടക്കില്ല കേട്ടോ. നേരത്തെ തന്നെ എണീക്കണം, നല്ല മഴയാണല്ലോ. അപ്പോൾ രാവിലെ ആണെങ്കിൽ എണീറ്റ് വരാൻ തന്നെ നല്ല മടിയാണ്. മൂടി പൊതിച്ച് കിടക്കാൻ തോന്നുന്ന സമയങ്ങളാണ്. അപ്പോഴാണ് സ്കൂൾ തുറപ്പ്. അപ്പോൾ ഇനി രാവിലെ എണീക്കണം. രാവിലെ 8 മണിക്ക് മുമ്പേ എല്ലാം റെഡി ആവുകയും വേണം. അപ്പോൾ അത് ഓർക്കുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പിള്ളേരുടെ അടുത്ത് പറയണ്ടായി, ഇനി എൻ്റെ ഈ അടവൊന്നും നടക്കില്ല. അങ്ങനെ അപ്പവും കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുത്തു. ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ഞാൻ അതൊക്കെ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇതൊക്കെയാണ് ചേർത്ത് വെച്ചേക്കുന്നത്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും ചേർത്തിട്ടുണ്ട്. പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തു. നമ്മളെല്ലാം റെഡിയായി ലാസ്റ്റാണ് അത് ഫ്രൈ ചെയ്യുള്ളൂ. അപ്പോൾ അത്രയും സമയം അത് അവിടെ ഇരുന്ന് അതിലേക്ക് മസാല നന്നായിട്ട് പിടിച്ച് കിട്ടിക്കോളും. പിന്നെ കറി വയ്ക്കാനായിട്ട് സാധാരണ പോലെ തന്നെ പച്ചമുളക്, സവാള, ഇഞ്ചി ഇതൊക്കെ വഴറ്റി നമ്മുടെ പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കച്ചമ്പർ എന്നാട്ടോ ഞങ്ങൾ പറയുന്നത്. തൈരിൽ സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് അതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ കറിയൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നെയ്ച്ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ അതും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതും ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കിയപ്പോഴത്തേനും ആവി മുഴുവൻ ക്യാമറയിലേക്ക് അടിച്ചിട്ട് ആകെ ഒരു പുകമയമായി മാറിയതാട്ടോ. ചോറൊക്കെ വേവായിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് സവാള ഫ്രൈ ചെയ്തിടണം. അതിനായിട്ട് കുറച്ച് സവാള ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ചട്ടിയിലേക്ക് തന്നെ ഞാൻ ചിക്കനും ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ചോറൊക്കെ സെറ്റായിട്ടുണ്ട്, കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫ്രൈ ചെയ്യാനിട്ട് ചിക്കൻ തിരിച്ചും മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് അങ്ങനെ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഊണ് കഴിക്കാറായി. എല്ലാവരും ഊണ് കഴിക്കാൻ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്.
അപ്പോൾ എൻ്റെ ഇളയ ബ്രദറിൻ്റെ മക്കളും വന്നിട്ടുണ്ട് കേട്ടോ, അവരുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഊണ് കഴിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വാഴയിലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ടിട്ട് എല്ലാവർക്കും വാഴയിലയിൽ സെർവ് ചെയ്തതാട്ടോ. കുട്ടികൾക്ക് അതൊക്കെ ഒരു സന്തോഷമല്ലേ. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ ഈ വാഴയിലയിലൊക്കെ ഊണ് കഴിക്കണത്. പിന്നെ വൈകുന്നേരം കേട്ടോ, വൈകുന്നേരം ചായ, കട്ടൻ ചായ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ എടുത്ത് പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എടുത്ത് അപ്പുറത്തേക്ക് പോയിട്ട് ഞങ്ങൾ അപ്പുറത്തിരുന്ന് കേട്ടോ ചായ കുടിക്കുന്നത്. അപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തിരിക്കുകയാണെങ്കിൽ മഴയൊക്കെ കാണാം, ഒരു പ്രത്യേക വൈബാണല്ലോ. അങ്ങനെ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.